ഒന്ന് വരാമോ ഇങ്ങോട്ട്? ഇവിടെ എവിടെയെങ്കിലും വീട് വാടകയ്ക്ക് കിട്ടാൻ സാധ്യത? हाँ, हिंदी वाला है? हाँ, हिंदी आदमी। आपका भाई? भाई नहीं, मालिक अंदर है। मालिक है? हाँ, मालिक। मालिक को बोले आप? हाँ। ഇവിടെ എവിടെയെങ്കിലും വീട് കിട്ടാൻ സാധ്യത? സാറേ വീട് വിലക്കാനോ വാടകയ്ക്കാണോ? വാടകയ്ക്ക്. വാടകയ്ക്ക്. സാറേ ഫാമിലിക്കേ കിട്ടുള്ളൂ സാറേ വീട്. ഫാമിലിയാ സാറേ? ആണോ? പേരെന്താ? ഷാജി. എവിടെയാ വീട്? തിരുവനന്തപുരം. ആണല്ലേ. ഇവിടെ എന്താ ജോബ് തന്നെ? ഗവൺമെന്റ് സർവീസിലാണ് ട്രാൻസ്ഫർ ആയി വന്നത്. ഓ അപ്പൊ വീട് വേണം അല്ലേ? പരിചയം വന്നത്. ഞാൻ ഇവിടെ ഒരു ബ്രോക്കറൊക്കെ ശ്രമിക്കുന്നു, വിളിക്കാം. നല്ല പയ്യൻ. ആയിക്കോട്ടെ, ഞാൻ നോക്കട്ടെ. നമ്മൾ ഇതുപോലെയുള്ള ആൾക്കാർക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് ഈ സ്ഥാപനം. നമ്മൾ അതിന്റെ ഇല്ല കേട്ടോ. എവിടെയാടാ? എടാ പിന്നെ വീട് വല്ല കിടപ്പുണ്ടോടാ? ആ ഫാമിലിക്ക്. എടാ നമ്മുടെ ഒരു പാർട്ടി ഉണ്ടടാ. പുള്ളിക്കൊരു വീട് വേണം. ഇല്ല, ഗവൺമെന്റ് സിവിൽ സർവീസാടാ. പുള്ളി തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നതാ. എടാ നീ ഒരു വീട് എടുത്തു കൊടുക്കണം. നമുക്ക് വേണ്ടപ്പെട്ടൊരു പാർട്ടിയാണ്. എനിക്ക് ഏറ്റവും അടുത്ത് വേണ്ടപ്പെട്ട കേട്ടാ. നീ ന്യായമായ രീതിയിൽ എടുത്തു കൊടുക്കണേ കേട്ടാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പുള്ളിനെ കൊണ്ട് വിളിപ്പിക്കാം. നിന്റെ നമ്പർ കൊടുക്കാം കേട്ടോ പുള്ളിക്ക്. നിന്റെ നമ്പർ സാറി നമ്പറിലോട്ട് 98 47 ഞാൻ കൊടുക്കാം. ഞാൻ 47 16 02 16 90. ഓക്കെ, ഈ നമ്പറിലോട്ടൊന്ന് വിളിച്ചാൽ മതി കേട്ടോ. എടാ വിളിക്കും കേട്ടോ, നിന്നെ വിളിക്കും. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടപ്പെട്ട കക്ഷിയായിട്ട് നീ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് വിടണേ. ഓക്കേടാ, ഓക്കെ, ശരി. ആയിക്കോട്ടെ. സാറേ വലിയ ഉപകാരം. ആയിക്കോട്ടെ, ഞാൻ വിളിക്കും. താങ്ക് യു സാർ. അവധി ഞാൻ സെറ്റ് ചെയ്തു. എടാ ബ്രോക്കർമാർ വേറെ ഇല്ലായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നിന്നോടുള്ള ഒരു ആത്മാർത്ഥത നീ അത് മനസ്സിലാക്കണം. അപ്പൊ എനിക്കുള്ള എന്താന്ന് വെച്ചാൽ അത് പകുതി തന്നെ പറ്റിക്കണം കേട്ടോ. ശരി, അല്ലോ. ഓക്കെ, ശരി. സാറേ ഫാമിലി അടുത്ത മാസം വരുമെന്നല്ലേ സാർ പറഞ്ഞത്? സാറേ വീട് കണ്ടു നോക്കും, നല്ല സൂപ്പർ വീടാണ്. അവിടെ താമസിച്ചുകൊണ്ടിരുന്നവർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും. പിന്നെ 2 സ്റ്റോറിയാണ് വീട്. 2 സ്റ്റോറിയാണോ? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ 2 സ്റ്റോറി. അപ്പൊ നമുക്ക് എന്തായാലും സ്ഥലം ഒന്ന് കണ്ടു നോക്കാം. കണ്ടു നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് തീരുമാനിക്കാം കേട്ടോ. ഓക്കെ. നല്ല വീടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഴപ്പമില്ല, നല്ല വീടാ. അഡ്വാൻസ് കയ്യിൽ തരുമ്പോൾ താക്കോല് കയ്യിലോട്ട് വരും. അതതിന്റെ ഒരു കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. നമ്മൾ അഡ്വാൻസ് തരാൻ അതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെയാണ്. കണ്ടില്ലേ സാർ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമില്ല. സാറിന് ഫാമിലിക്ക് നല്ല ഭംഗിയായിട്ട് താമസിക്കാം. പിന്നെ ഏറ്റവും പ്രധാന കാര്യങ്ങൾ നമുക്ക് ഫർണിച്ചർ മുഴുവൻ എല്ലാം പ്രയോജനം. അതായത് നമുക്ക് പോയിട്ട് വരാം. 2 സ്റ്റോറിയാണ്. ഓക്കെ.
ഉത്സവം 4. ഈ ദൈവത്തിനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ഏതോ പറ്റി. കരിമ്പടം യക്ഷിയുടെ മന്ത്രം ഹൃദയമിടിപ്പിൽ കൊടുങ്ങിയൊരി